ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഒരു ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ചേഞ്ചസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയായിരിക്കും? ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ചെയ്ത് നിങ്ങൾ നോക്കുക. അങ്ങനെ മാച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് കണക്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്തെടുക്കുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും നിങ്ങളുടെ ലൈഫിലേക്ക് റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ ജനറൽസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഈ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾ കണക്ട് ആവുക. അതുപോലെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നിങ്ങൾക്ക് വന്നിരിക്കുന്ന കഷ്ടകാലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറ്റി വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ രീതിയിലുള്ള അബണ്ടൻസും കടന്നു വരുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡായിട്ട് തന്നെ ഇരിക്കുക. എല്ലാ രീതിക്കും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്നത്. നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്ന ഫുൾഫിൽമെന്റ് ആണ്, വിഷ് ആണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് എല്ലാ രീതിയിലും ഒരു സക്സസ് വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണം. ഹാപ്പി ആയിട്ടുള്ള ഒരു ഔട്ട്കം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. ലൈഫിനെ ഒന്ന് ഫുൾഫിൽമെന്റ് ചെയ്ത് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജി. ആ ഒരു എനർജിയാണ് നമുക്ക് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പല വ്യക്തികൾക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ ഇത്രത്തോളം ഒരു സക്സസ് ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒന്ന് സന്തോഷിക്കണം, ഒരു സമാധാനം കൈവരിക്കണം, ആഗ്രഹിക്കുന്ന ഒരു കാര്യം അച്ചീവ് ചെയ്യണം. അങ്ങനെ ഒരുപാട് മനസ്സിൽ ഒരുപാട് ചിന്തകൾ, എല്ലാ രീതിക്കും ഒരു വിജയം വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ. അതാണ് നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്കിവിടെ പാസ്റ്റ് വന്നിട്ടുണ്ട്, സഫറിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ സഫർ ചെയ്ത വ്യക്തികളാണ്, ഒരുപാട് ത്യാഗം സഹിച്ച വ്യക്തികളാണ്. ആ ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചു വന്ന കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം മാറി മറിയും എന്ന് കരുതി നിങ്ങൾ ഈ ഒരു പ്രസന്റിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റ് നിങ്ങളുടെ പ്രസന്റിനെ കൂടെ അഫക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചതിനേക്കാൾ കൂടുതൽ വീണ്ടും അനുഭവിക്കേണ്ടി വന്ന ഒരു അവസ്ഥ. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ സിറ്റുവേഷൻ, സെയിം തന്നെ സിറ്റുവേഷൻ വീണ്ടും ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു അവസ്ഥ. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു വിക്ടിം ആയിട്ട് കാണുന്നുണ്ട്. വിക്ടിം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഇരയാക്കപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. വിധിക്ക് മുന്നിൽ നിങ്ങൾ ഒരു വലിയ ഒരു ഇരയായിരുന്നു. വീണ്ടും അതേ വിധി തന്നെ നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതായത് ഒരു ഉയർച്ചയില്ലാതെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളിലൂടെ മാത്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തികൾ. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു സക്സസ് എത്തിക്കണം. ഈ ഒരു കാലത്തിനെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന്, നിങ്ങളുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ടും ഈ ഒരു ഭൂതകാലത്തിനെയും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷമാവസ്ഥയിലും എല്ലാം തന്നെ പൂർണ്ണമായും തുടച്ചു കളഞ്ഞിട്ട് ലൈഫിനെ എല്ലാ രീതിയിലും ഒരു ഫുൾഫിൽമെന്റിലേക്ക് എത്തിക്കണം എന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു റീസൺ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ലവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നതായിട്ട് കാണുന്നുണ്ട്. അൺകണ്ടീഷണലി ആയിട്ടുള്ള ഒരു ലവ് നിങ്ങൾ ആ ഒരു പേഴ്സണ് വളരെയധികം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അവരിലേക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിരുന്നതായിട്ടാണ് കാണുന്നത്.
ഭയങ്കര ഒരു അട്രാക്ഷൻ ആ ഒരു വ്യക്തിയുമായിട്ട്. അപ്പൊ അങ്ങനെ ഒരു അട്രാക്ഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ ഒരു സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ ഈ ഒരു അഡിക്ഷൻ, ഭയങ്കരമായിട്ട് ഒരു അഡിക്ഷൻ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ അവര് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് ഇപ്പൊ മാറി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്നേഹത്തിന്റെ കാര്യത്തില്, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളില് എല്ലാത്തിലും നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചൊരു മുൻകോപമൊക്കെ ഉള്ള കൂട്ടത്തിലായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളും തിരിച്ച് ഇവരുടെ അടുത്ത് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദേഷ്യവും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് ആയിരുന്നു നിങ്ങൾക്ക്. അതായത് നിങ്ങൾ അത്രത്തോളം ഭയങ്കര അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരുന്നു. നിങ്ങൾക്കിടയിൽ അത്രത്തോളം ഒരു അട്രാക്ഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു സ്നേഹം പോലും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കാരണമായിട്ട് നമുക്കിവിടെ ഒരു കാർമിക് കംപ്ലീഷൻ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയായിരുന്നു. പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചത് കൂടാതെ ഇപ്പൊ ഈ ഒരു പ്രസന്റിൽ നിങ്ങൾ അത് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കാർമിക് കംപ്ലീഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ. തീരുകയാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ട് അവിടുന്ന് ഒരു ന്യൂ സൈക്കിൾ തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഈ ഒരു ഡിവൈൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇത്രത്തോളം ഒരു സ്ട്രെസ്, ആങ്സൈറ്റി, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു മൈൻഡ് ഫുൾ ആയിട്ട് ഒരു നെഗറ്റീവ് തോട്ട്സ്, നിങ്ങളൊരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു അതിസാഹസികമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങളിപ്പോൾ കടന്നു പോകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങളൊരു കാർമിക് കംപ്ലീഷനിലൂടെ കടന്നു പോകുന്നത് കൊണ്ടിട്ടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്കും നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച പാലിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. മേ ബി അവരുടെ തെറ്റുകൊണ്ടും ആയിരിക്കാം, അവര് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ വ്യക്തികളും ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും അതിൽ നിങ്ങളുടെ ഒരു കർമ്മയും കൂടെ അഫക്റ്റ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും ലൈഫിലേക്ക് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പോ ഒരു സൈലന്റ് ആയി മാറിയിട്ടുണ്ട്. നിങ്ങൾ ആകെപ്പാടെ ഒരു ഫ്രീസ് ആയ ഒരു അവസ്ഥയാണ്. മൊത്തത്തിൽ നിങ്ങൾ ഇമോഷൻസ് കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങളുടെ എല്ലാ ചക്രാസും ബ്ലോക്ക്ഡ് ആണ്. നിങ്ങളൊരു മാസ്ക് ഇട്ടാണ് ഇപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത്. ചിരിച്ച് കാണിക്കുന്നുണ്ടായിരിക്കാം, സംസാരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങൾ ആകെ ഒരു ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഫീലിങ്സ് എല്ലാം തന്നെ ഹൈഡ് ചെയ്തിട്ട് സൈലന്റ് ആയിട്ട് നിങ്ങൾ ആകെ ഒരു മരവിച്ച അവസ്ഥയിലാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. നിശബ്ദമായി നിന്നുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഒരു secretive ആയിട്ടുള്ള mind ആണ്. നിങ്ങൾ ആരുടെ അടുത്തും എല്ലാം തുറന്നു പറയാനായിട്ട് ഈ ഒരു സമയത്ത് തയ്യാറാകുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ എല്ലാം വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ, ഉള്ളിൽ തന്നെ ഇങ്ങനെ നിറച്ച് ആകെപ്പാടെ ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു current situation ആയിട്ട് കാണുന്നത്. പറഞ്ഞിട്ടും ആരുടെ അടുത്തും പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് കരുതിയിട്ട് ഈ ഒരു വിധിയെ പഴിച്ചു നിൽക്കുന്ന ഒരു situation. അതാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ദേവതാ ചൈതന്യത്തിനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിരന്തരം, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു energy എന്ന് പറയുന്നത് ഒരു karmic completion ആണ്. ഒരു കർമ്മയുടെ അവസാനമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് face ചെയ്യേണ്ടതായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരു mood swings ലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ പലപ്പോഴും control ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ദേഷ്യം വരുന്നു. high ആയിട്ട് അത് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ദേഷ്യത്തിന്റെ കാര്യമായിട്ട് എല്ലാവരും നിങ്ങളുടെ അടുത്ത് അതൊക്കെ പരാതികളായിട്ട് പറഞ്ഞപ്പോൾ ഇപ്പൊ നിങ്ങൾ ആകെ silent ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു trust issues സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ലൈഫിന്റെ ഒരു pattern തന്നെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. ഒരുപാട് issues face ചെയ്ത് നിങ്ങൾ ആകെപ്പാടെ mood എല്ലാം തന്നെ നിങ്ങളുടെ ഒരു low energy യിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്കൊരു high energy യിലേക്ക് എത്തണമെന്ന് ഭയങ്കരമായിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആരുടെ അടുത്ത് നിങ്ങൾ അത് share ചെയ്യുന്നില്ല. പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ സ്വയം അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. life നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു നല്ല രീതിയിലേക്ക് എത്തിക്കണം. ഈ ഒരു karmic ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോ ഒരു karmic എന്നുള്ള രീതി ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ life ൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ നിങ്ങൾ സഹിച്ചു വന്നു. പക്ഷെ ഇനി അതിനൊരു pattern കൊണ്ടുവരണം. അത് ആരുടെ അടുത്തും share ചെയ്തിട്ടല്ല, സ്വയം കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് വേണം life നെ ഒന്ന് മുന്നോട്ടേക്ക് എത്തിക്കാൻ. അങ്ങനെ എത്തിക്കുമ്പോൾ നിങ്ങളുടെ life ലേക്ക് പുതിയൊരു success കടന്നു വരും. നമുക്ക് ഇവിടെ തന്നെ വന്നിരിക്കുന്നത് fulfillment ആണ്. നമുക്ക് ഇവിടെയും കാണാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ life ൽ നിങ്ങൾ wish ചെയ്യുന്നത് നിങ്ങളുടെ life ന് ഒരു fulfillment, success, achievements, happy ആയിട്ടുള്ള ഒരു outcome ലഭിക്കണം എന്നാണ്. നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന karmic ആയിട്ടുള്ള കാര്യത്തിലും പറയുന്നത് karmic completion.
ആ ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ അവസാനിക്കുമ്പോൾ fulfillment ആണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. വേൾഡ് ആണ് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ നിങ്ങൾക്ക് അനുഭവയോഗ്യമാകാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പ്രപഞ്ചമായിട്ട് തന്നെ നിങ്ങളെ ഒരു വഴിത്തിരിവിലൂടെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിൽ പല വ്യക്തികളും immature ആയിട്ടുള്ള personality കാണിക്കുന്ന വ്യക്തികളുണ്ട്. കുറച്ച് ദേഷ്യം കൂടുതലായിട്ടുള്ള വ്യക്തികളുണ്ട്. പക്ഷേ എല്ലാത്തിനേക്കാൾ ഉപരി നിങ്ങളുടെ മനസ്സ് കൊണ്ടിട്ട് നിങ്ങൾ unconditional ആയിട്ട് love ചെയ്യുന്ന ഒരു person ആണ്. നിങ്ങൾ മനസ്സ് തുറന്ന് എല്ലാവരെയും വിശ്വസിക്കുകയും എല്ലാവരിലേക്കും നിങ്ങൾക്ക് സ്നേഹമാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഇത്രത്തോളം ഞാൻ ഇങ്ങനെ എല്ലാവരെയും സ്നേഹിച്ചിട്ട് മനസ്സ് തുറന്ന് എല്ലാവരുടെ അടുത്തും സത്യസന്ധത പുലർത്തി നിന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോ നിങ്ങൾ ആ തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം തന്നെ നിങ്ങൾ ഹൈഡ് ചെയ്ത് പിടിക്കുന്നത്. സീക്രട്ടീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് നല്ലതിനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ അടുത്തും തുറന്നു പറയാതിരിക്കുക. അതിനൊരു സീക്രട്ടറി മൈൻഡ് വേണം. നിങ്ങൾ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ അനങ്ങുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്യുന്നവരായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ശത്രുക്കൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ശത്രുക്കളുടെ ഭാഗമായിട്ടൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലോസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിന് എല്ലാം തന്നെ നല്ലൊരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കാൻ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ നിങ്ങൾ കുറച്ചൊരു എന്താ പറയുക പേഴ്സണലി നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സീക്രട്ടീവ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു മെച്യൂരിറ്റിയിലേക്ക് കടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അതും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പൂർണ്ണമായിട്ട് ഞാൻ ഒറ്റക്കാണല്ലോ. ലോൺലിനെസ് ആണ്. പൂർണ്ണമായിട്ട് ഞാൻ ഒറ്റക്കാണല്ലോ എന്നുള്ള കാര്യം നിങ്ങൾ വളരെയധികം നെഗറ്റീവ് തോട്ട്സിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകളെല്ലാം തന്നെ കാട് കയറി ചിന്തിക്കുകയാണ്. ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ഒരു കാര്യങ്ങൾ നോക്കുമ്പോൾ. നെഗറ്റീവ് തോട്ട്സ് ആണ് ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്. എങ്കിൽ പോലും നിങ്ങളിൽ പല വ്യക്തികളും ആ ഒരു നെഗറ്റീവ് തോട്ട്സിനെ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും കളഞ്ഞിട്ട് പോസിറ്റീവായിട്ട് അഫർമേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങിയതായിട്ടും കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾക്കായിരിക്കും ഇത് കൂടുതലായിട്ട് റെസൊനേറ്റ് ആവുക. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്തേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കിപ്പോ എല്ലാ രീതിയിലും ഒരു ഹോപ്പ് നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളിപ്പോ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് ആദ്യ പടി എന്നവണ്ണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കിവിടെ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ ആ ഒരു ഇന്നർ സോളിന്റെ പവർ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാവുക. അങ്ങനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകുമ്പോൾ ആദ്യം നിങ്ങളുടെ ഹേർട്ട് ചക്ര ഓപ്പൺ ആകും. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഒരു തേർഡ് ഐ ചക്ര ഓപ്പൺ ആവും. അങ്ങനെ നിങ്ങളുടെ ഒരു 7 ചക്രാസും നിങ്ങളിൽ ഓപ്പൺ ആക്കി എടുക്കാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർ പോലും നിങ്ങളുടെ ആ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരികയുള്ളൂ. വ്യക്തികൾ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജീസ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ടിവേറ്റ് ആക്കണം. അങ്ങനെ നിങ്ങൾ ആക്ടിവേറ്റ് ആക്കി കഴിയുമ്പോൾ ഈ ഒരു പ്രസന്റിലേക്ക് നിങ്ങളിലേക്ക് എല്ലാ രീതിയിലുള്ള പോസിറ്റീവ് കാര്യങ്ങളും അട്രാക്റ്റ് ആകുന്നതാണ്. അട്രാക്റ്റിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവും. അബണ്ടൻസ് നിങ്ങൾക്ക് കടന്നു വരും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അതൊരു വ്യക്തികളിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് അർഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് ഒഴുകി എത്തുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സമ്പൽ സമൃദ്ധി, നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഒക്കെ കടന്നു വരാനായിട്ട് പോകുന്നു. നിങ്ങളുടെ ചേഞ്ചസ് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ അത് മുന്നോട്ടേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു മെസ്സേജ്, നിങ്ങളുടെ ലൈഫിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ, അതായത് നിങ്ങൾ ഒരുപാട് വേദനയിലൂടെ കടന്നു വന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ചെറിയ രീതിയിലുള്ള ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ചേഞ്ചസിന് പോലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിന്റെ അടുത്ത് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് നിങ്ങളുടെ ഒരു ഹൈ വൈബ്രേഷനെ കൂടുതലായിട്ട് ഹൈയിലേക്ക് എത്തിക്കും. അത് നിങ്ങളിലേക്ക് അബണ്ടൻസിനെ കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യിക്കും. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് നിങ്ങളിലേക്ക് വരാനായിട്ട് അത് നിങ്ങളെ കൂടുതലായിട്ട് നിങ്ങൾക്കതൊരു പ്രചോദനമാണ്. അപ്പൊ നിങ്ങൾ അതെല്ലാം തിരിച്ചറിയണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കഴിവിനെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹയർ സെൽഫ്
ആക്ടിവേറ്റ് ആകുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആക്ടിവേറ്റ് ആകുന്നതിന്റെ ഭാഗമായിട്ട് അവേക്കനിങ് ആണ്. നിങ്ങൾക്കൊരു പുതിയ രീതിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പാ വരുന്നത്. നിങ്ങളുടെ അവബോധം പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങളുടെ മൈൻഡ് ഒക്കെ ക്ലിയർ ആകും. നിങ്ങളുടെ മൈൻഡിലുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട്സ് എല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് ക്ലിയർ ആയി പോയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിറയും. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പാതയിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ എന്താ പറയാ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ഒന്നാമത്തേതായിട്ട് നമുക്കിവിടെ കാണിക്കുന്ന ടെംപ്റ്റേഷൻ ആണ്. നിങ്ങൾ മുന്നോട്ടേക്ക് നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെന്റ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു യൂണിവേഴ്സ് നിങ്ങളെ പരീക്ഷിക്കും മേ ബി. നിങ്ങൾ okay ആണോ, അല്ലെങ്കിൽ നിങ്ങൾ correct പാത്തിലൂടെ ആണോ പോകുന്നത്, നിങ്ങൾ ഇനിയും നിങ്ങളുടെ ചിന്തകൾ മാറുമോ എന്നൊരു രീതിയിൽ നിങ്ങൾക്ക് temptations വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു ചോയ്സ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നുള്ളത് correct ആയിട്ട് തന്നെ നിങ്ങൾ select ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരു confusion stage നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഫാന്റസിയിലേക്കൊന്നും അകപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. പെട്ടെന്ന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്ന വ്യക്തികളായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഒരു സ്നേഹത്തിലൊക്കെ പെട്ടെന്ന് വീണു പോകുന്ന വ്യക്തികളാണ്. ഒരു നിഷ്കളങ്കമായിട്ടുള്ള മനസ്സാണ് നിങ്ങളുടേത്. കാര്യം നിങ്ങൾക്ക് കുറച്ച് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടൊരു innocent ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഒരാൾ ഒരു സ്നേഹം കാണിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിലേക്ക് വീണു പോകും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഇതെല്ലാം തന്നെ നിങ്ങൾ ഉൾപ്പെടുത്തണം. നിങ്ങൾക്കൊരു കൺഫ്യൂഷന്റെ യാതൊരുവിധ ആവശ്യവുമില്ല. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ മനസ്സ് എന്താണോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം. കാരണം unexpected ആയിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്. divine time ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. കർമ്മയുടെ ആ ഒരു കാർമിക് ആയിട്ടുള്ള completion നിങ്ങളിലേക്ക് വന്നെത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു പുതിയ ചക്രമാണ് നിങ്ങൾക്ക് കാലചക്രം പുതിയ രീതിയിൽ wheel of fortune ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുകയാണ്. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. unexpected ആയിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിന്യൂവൽ നിങ്ങൾക്ക് നടക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ലൈഫ്, ഒരു ഫ്രഷ് സ്റ്റാർട്ട് ആണ് വരാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ഒരു ഹീലിംഗ് ടൈമിന് ശേഷം നിങ്ങളുടെ എല്ലാ ചക്രാസും ഓപ്പൺ ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സത്യം നിങ്ങൾക്ക് വെളിപ്പെടും. സത്യം വെളിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇതെല്ലാം തന്നെ നിങ്ങൾ ഫേസ് ചെയ്ത് വന്നത് നിങ്ങളെ തന്നെ ഒരു മെച്യൂരിറ്റി ലെവലിലേക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹയർ സെൽഫിനെ ആക്ടിവേറ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത് എന്നുള്ളൊരു സത്യം നിങ്ങൾക്ക് മുന്നിൽ തന്നെ വെളിപ്പെടാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ല കമ്മ്യൂണിക്കേഷൻ ലഭിക്കാനായിട്ട് പോകുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ചോയ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതിൽ നിന്ന് നിങ്ങളൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്ത് തിരഞ്ഞെടുത്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിന് ഒരു ബാലൻസിങ് വരുന്നു. ഇതെല്ലാമാണ് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ആങ്സൈറ്റി കാര്യങ്ങളൊക്കെ ഓവർ തിങ്കിങ് ഒക്കെ കൂടിയ വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വ്യക്തിയായിരിക്കാം കൂടുതലായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരിലേക്ക് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് കൊടുത്തത്. പക്ഷെ എങ്കിലും നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു കാർമിക് ആയിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും I mean സിറ്റുവേഷൻസ് കൊണ്ടും അതുപോലെ ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് വന്ന് പിഴച്ചു പോയ കുറച്ച് കാര്യങ്ങളും ഉണ്ട്. അതായത് അവർക്ക് പറ്റിയ കുറച്ച് തെറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു മോശ സമയം നിങ്ങളിൽ നിന്ന് മാറുമ്പോൾ ആ ഒരു വ്യക്തി പോലും നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങൾക്കൊരു miracle ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്കൊരു comfort zone ആ ഒരു person ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഭയം എല്ലാം തന്നെ മാറിയിട്ട് നിങ്ങളുടെ comfort zone ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിലേക്ക് attract ചെയ്യുകയാണ്. കാരണം ഇവിടെ വന്നിരിക്കുന്ന wheel of fortune ആണ്. എല്ലാ രീതിയിലും ഒരു positive ആയിട്ടുള്ള ഒരു energy ആണ് നിങ്ങളിലേക്ക് attract ചെയ്യാനായിട്ട് പോകുന്നത്. divine time ആണ് കാണിക്കുന്നത്. നിങ്ങളുടേത് ഒരു divine time ലേക്ക് നിങ്ങളൊരു correct ആയിട്ടുള്ള ഒരു divine, അതുപോലെ തന്നെ strong soulmate വന്നിട്ടുണ്ട്. divine time ൽ കണ്ടുമുട്ടിയ വ്യക്തികളാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടേതെന്ന് പറയുന്ന ഒരു divine connection ആയതുകൊണ്ട് തന്നെ spiritually ഭയങ്കര connected ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾക്കിടയിൽ ഒരു telepathic connection ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്കും ഒരു vibration, അതുപോലെ നിങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്കും എന്തായാലും ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്തെല്ലാം തന്നെ നല്ല രീതിയിലൊരു vibrations വന്നുകൊണ്ടിരിക്കുന്ന ഒരു time ആണ്.
അപ്പൊ നിങ്ങളുടെ കറക്റ്റ് ടൈം നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു ട്രസ്റ്റ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു സ്നേഹം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ രീതിയിലുള്ള ഒരു അബണ്ടൻസും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് എല്ലാം തന്നെ സഡൻ ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. പെട്ടെന്നായിരിക്കാം നിങ്ങൾക്കൊരു ന്യൂസ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നത്. ഈ ഒരു വ്യക്തിയിൽ നിന്ന് പോലും പെട്ടെന്നായിരിക്കും നിങ്ങൾക്കൊരു മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനായിട്ട് ഒരുപക്ഷെ പോകുന്നത്. ആ ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കടന്നു വരുന്ന ഈ ഒരു കാര്യങ്ങളിൽ അബണ്ടൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം സന്തോഷവും സമൃദ്ധിയും, നിങ്ങളൊരു ജോലി കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അതും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹം മാത്രമല്ല നമുക്കിവിടെ വന്നിരിക്കുന്ന എനർജിയിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു സാമ്പത്തിക നഷ്ടവും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ ഒരു സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായി നിൽക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു അബണ്ടൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു ജോലിയെല്ലാം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സമ്പത്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. രാവും പകലും ഏതാണെന്നറിയാതെ നിങ്ങൾ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഒരു രാജാവിനെ പോലെ വാഴും. അതായത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു സമ്പത്ത് കൈവരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു പണമോ കാര്യങ്ങളോ ഒക്കെ എവിടെന്നെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതെല്ലാം തന്നെ നിങ്ങളിലേക്ക് ഒരു അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങൾ ചേഞ്ചസ് വരുത്തുമ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത് ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് ഡ്രീം ആണ്. നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരെ നിങ്ങൾ ഡ്രീം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡ്രീം പോലും റിയാലിറ്റി ആവാനായിട്ട് പോവുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് റിയാലിറ്റിയിലേക്ക് വരാനായിട്ട് പോവുകയാണ്. നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരിച്ചെത്തുകയാണ്. നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അബണ്ടൻസിനോടൊപ്പം തന്നെ അൺകണ്ടീഷണൽ ആയിട്ടൊരു ലവ് നിങ്ങളിലേക്ക് വരികയാണ്. കാരണം നിങ്ങൾ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഭൂമിക്ക് ഭാരമാണോ നിങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. നിങ്ങൾ ഈ ഒരു ഭൂമിക്ക് ഭാരമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഭാരമായിട്ടോ അല്ല. നിങ്ങളുടെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ നിന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ചേഞ്ച് വേണം, അതുപോലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളുടെ ഹയർ സെൽഫ് ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഹയർ സെൽഫ് നമ്മൾക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചാൽ, അതായത് നമ്മുടെ ചക്രാസ് എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നമുക്കത് അറിയാം. ഇപ്പൊ നിങ്ങൾക്കിത് റീഡിംഗ് കാണുന്ന വ്യക്തികളിൽ സ്പിരിച്വലി ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു പവർ അറിയായിരിക്കും. നമ്മൾ അത് ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നമ്മുടെ ഹയർ സെൽഫിനെ ആക്ടിവേറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് പെട്ടെന്ന് തന്നെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അത് സ്നേഹമാണെങ്കിലും അബണ്ടൻസ് ആണെങ്കിലും എല്ലാ രീതിക്കും നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണത്. നിങ്ങൾക്ക് മാറ്റങ്ങൾ വരികയാണ്. നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു, നിങ്ങൾക്കൊരു സാമ്പത്തിക ഉയർച്ച കൈവരുന്നു, സമ്പൽ സമൃദ്ധി കൈവരുന്നു, അതുപോലെ തന്നെ ട്രാവലിംഗ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് പുറത്തേക്ക് പോകാനോ, യൂറോപ്പ് അതുപോലെ ഗൾഫ്, ദുബായ്, അങ്ങനെ നിങ്ങൾ എവിടേക്കെങ്കിലും ജോലി സംബന്ധമായിട്ടോ പോകാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരങ്ങൾ കൈവരാൻ പോവുകയാണ്. അപ്പൊ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് മുടങ്ങിപ്പോയതാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാ രീതിക്കും ഒരു തടസ്സം വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു ചേഞ്ചസ് വരികയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഉടനെ തന്നെ പോകാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഒരു മെസ്സേജ് നമുക്കിവിടെ കാണുന്നുണ്ട്. ട്രസ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. okay, നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലെസ്സിങ്സ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് കടന്നു വരും. ഷെയറിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. ലവേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്നേഹം ഓൾറെഡി നമുക്കൊരു ട്രസ്റ്റ് വന്നു. അപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടൊക്കെ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പോയവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ അവർ നിങ്ങളുടെ അടുത്ത് ആ ഒരു സത്യമായ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാനായിട്ട് വരികയാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ട് അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പകർത്തു കൊടുത്ത സ്നേഹം എന്താണോ അതിന്റെ ഒരു 1000 ഇരട്ടിയായിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് പകർത്തി നൽകാനായിട്ട് തീരുമാനം എടുക്കുകയാണ്. ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരാനായിട്ട്, കാരണം നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹമാണെന്നൊരു തിരിച്ചറിവ് അവർക്കും വന്നിട്ടുണ്ട്. ട്രാൻസ്ഫോർമേഷൻ ആ ഒരു വ്യക്തിക്കും സംഭവിച്ചിട്ടുണ്ട്. okay, നമ്മളിപ്പോ അവരുടെ ഒരു സിറ്റുവേഷൻ നോക്കിയില്ലെങ്കിൽ കൂടി നമുക്കിവിടെ കാണുന്നത് നിങ്ങളുടെ ഒരു ചേഞ്ചസിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ചിട്ട് നിങ്ങളുടെ മനസ്സിന്റെ പ്രാർത്ഥനയാണ് ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വേണം എന്നുള്ളത്.
നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത്, എന്താണോ നിങ്ങൾ ഒരുപാടായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. courage ആണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു സ്നേഹം നിങ്ങൾക്ക് വീണ്ടെടുക്കാനായിട്ട് സാധിക്കും എന്ന് തന്നെ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു കഴിവ് തിരിച്ചറിയുന്ന നിമിഷമാണ് ഇതെല്ലാം തന്നെ നിങ്ങളിലേക്ക് attracted ആവുന്നത്. അപ്പൊ ഈ ഒരു reading കാണുന്ന വ്യക്തികള് നിങ്ങളൊരു self love ചെയ്തിട്ട് നിങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച ഉടനെ തന്നെ ഉണ്ടാകും. innocence ആണ് വന്നിരിക്കുന്നത്. ഒരു നിഷ്കളങ്കമായ മനസ്സുള്ള വ്യക്തികളായിട്ട് നിങ്ങളെ ഇവിടെ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാവരെയും വിശ്വസിക്കുന്ന രീതിയും കാണുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു changes വരുത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളുടെ ആ ഒരു മനസ്സിനെ തീർച്ചയായിട്ടും നിങ്ങളുടെ person തിരിച്ചറിയും. അവർ നിങ്ങളെ ഇപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഒരു cheat ചെയ്തിട്ടോ മാറി നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് തീർച്ചയായിട്ടും അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും. അവർക്കൊരു transformation സംഭവിച്ചിരിക്കും. അല്ലെങ്കിൽ അവർ ആ ഒരു പാതയിലൂടെയാണ് പോകുന്നത്. അതിന്റെ ഒരു നിങ്ങളുടെ ഒരു high vibration തന്നെയാണ് അതിന്റെ ഒരു reason ആയിട്ട് കാണിക്കുന്നത്. break through വന്നിട്ടുണ്ട്. നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു മറകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, already നമ്മൾ പറഞ്ഞു karmic ആയിട്ടുള്ള കാര്യങ്ങൾ. karmic അല്ലാതെ നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന മറ്റ് തടസ്സങ്ങൾ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളുടെ relationship ന് നടുക്ക് നിൽക്കുന്ന തടസ്സങ്ങൾ എന്താണെങ്കിലും നിങ്ങളുടെ ആ ഒരു higher self ന്റെ activation ന്റെ ഭാഗമായിട്ട്, നിങ്ങളുടെ ആ ഒരു നിരന്തരമായിട്ടുള്ള manifestation ന്റെ ഭാഗമായിട്ട് ഈ ഒരു കെട്ട് പൊട്ടിച്ച് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അതും unexpected ആയിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആയിരിക്കും സംഭവിക്കുന്നത്. miracle ആണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു miracle നിങ്ങളുടെ life ൽ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു person നിങ്ങളിലേക്ക് attract ആകും. ഒരു സമയത്ത് നിങ്ങൾ അവർക്ക് ഒരു burden ആയിട്ടാണ് അവർ പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് വാക്കുതർക്കങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ ഒരു person may be നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം നീ എനിക്കൊരു ഭാരമാണ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു ടൈമിൽ അവർക്ക് ഭാരം എന്ന് പറയുന്നത് നിങ്ങളില്ലാത്തതാണ് അവർക്ക് ഭാരം. കാരണം അവർക്ക് സ്വയം അവരുടെ emotions നെ എല്ലാം തന്നെ ചുമന്നു പോകാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് അവരുടെ വിഷമങ്ങൾ തന്നെ അവർക്കൊരു ഭാരമായിട്ട് മാറിയിരിക്കുകയാണ്. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ്. അപ്പൊ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഈ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് changes ഒക്കെ സംഭവിച്ചപ്പോൾ അവരുടെ ഉള്ളിലും നിങ്ങളുടെ അടുത്തേക്ക് unconditional ആയിട്ടൊരു love കടന്നു വന്നിട്ടുണ്ട്. ഒരു completion ആണ് വന്നിരിക്കുന്നത്. ആ ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് നിങ്ങളും കൂടെ അവരുടെ life ലേക്ക് ചേർന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും തന്നെ ഒരു partnership ഓട് കൂടി മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ life ന് ഒരു completion എത്തുകയുള്ളൂ. അതിനായിട്ടുള്ള possibilities എല്ലാം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ കാണുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് അതിനായിട്ടുള്ള ഒരു എന്താ പറയുക signs എല്ലാം നിങ്ങൾക്ക് കാണുന്നതാണ്. ഞാൻ ഏതോ ഒരു reading ൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു time ൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരുപാട് universal signs ഉണ്ട്. angel numbers, അതുപോലെ തന്നെ butterflies, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് attract ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു വ്യക്തിയുടെ പേര്, അതുപോലെ നിങ്ങൾ ഈ ഒരു reading കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് may be ആ ഒരു വ്യക്തിയെ നിങ്ങളുമായിട്ട് connect ചെയ്യുന്ന രീതിയിലുള്ള പാട്ടുകൾ, നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള നിങ്ങൾ ഒരുമിച്ച് share ചെയ്യാറുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ personal ആയിട്ടുള്ള space ൽ നിങ്ങൾ share ചെയ്യാറുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ unexpected ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കും. നിങ്ങളുമായിട്ട് connected ആയിട്ടുള്ളത്. അതുപോലെ നിരന്തരമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഓവർ തിങ്കിങ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മാറിയിട്ട് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. അതിലൂടെ ഒരു പാത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു പുതിയ തുടക്കമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ലോൺലിനെസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാറുകയാണ്. ഈ ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഒരു കഴിവിനെ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു വീഡിയോ കാണുന്ന വ്യക്തികൾ ഇപ്പോഴും നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞേ പറ്റുകയുള്ളൂ. അതിലൂടെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേഞ്ചസ് ഉണ്ടാവുന്നതാണ്. നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മളുടെ ആ ഒരു പവറിനെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ചുറ്റും നമ്മൾ തന്നെ ഒരു നെഗറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ആവുകയില്ല. താൻ പാതി ദൈവം പാതിയാണ് എപ്പോഴും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണോ നിങ്ങളോട് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന്. പെട്ടെന്ന് നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ഒരു വലിയ വിഷമത്തിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരു കാര്യം ചെയ്യണം എന്നല്ല, പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേഞ്ചസ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അടുത്തറിയാനായിട്ട് സാധിക്കും. ആ ഒരു ചേഞ്ചസിലൂടെ നിങ്ങളിലേക്ക് വരാനിരിക്കുന്നത് abundance ആണ്, unconditional ആയിട്ടുള്ള love ആണ്.
നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഒരു എന്താ പറയാ ഒരു ഫിനാൻഷ്യലി ഗ്രോത്ത്, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങളുടെ ഡ്രീം എന്താണോ ആ ഒരു ഡ്രീം ഈ ഒരു സമയത്ത് റിയലൈസ് ആവാനായിട്ട് പോവുകയാണ്. അതുപോലെ അവരെല്ലാ രീതിക്കും നിങ്ങളുടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. അതിനേക്കാൾ ഉപരി നിങ്ങൾ സ്വയം നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് എന്താന്നുള്ളതും നിങ്ങൾ ആരാണെന്നുള്ളതും തിരിച്ചറിയുന്ന നിമിഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സഫറിങ് ടൈം എല്ലാം തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും ഒരു സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് കടന്നു വരികയില്ല. കാരണം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിയും. നമ്മൾ സ്വയം നമ്മളെ തിരിച്ചറിയുന്നത് വരെ ഈ ഒരു യൂണിവേഴ്സ് നമ്മളായിട്ട് കറക്കിക്കൊണ്ടേയിരിക്കും. അത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്ന ആ ഒരു നിമിഷത്തില് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും നമ്മളിലേക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള അബണ്ടൻസ് എല്ലാം കടന്നു വരുന്നത് നമുക്ക് സ്വയം അറിയാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഫുൾഫിൽമെന്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നെത്തും. നിങ്ങൾ വിഷ് ചെയ്ത ആ ഒരു ആഗ്രഹം, ആ ഒരു സക്സസ്, ആ ഒരു അൺകണ്ടീഷണൽ ലവ് എല്ലാം തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. രോഹിണി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. നമ്മളിന്ന് കുറച്ച് ക്ലൂസ് നോക്കുന്നത്. പാലക്കാട് വന്നിട്ടുണ്ട്. 44 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ജെമിനി സോഡിയാക് സൈൻ ആണ്. അത്തം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. കാർത്തിക 25, തിരുവാതിര, ഇടുക്കി, ജൂലൈ മന്ത് വന്നിട്ടുണ്ട്. തൃശ്ശൂർ വന്നിട്ടുണ്ട്. കണ്ണൂർ വന്നിട്ടുണ്ട്. കാലിക്കറ്റ് വന്നിട്ടുണ്ട്. ജി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. അശ്വതി 1988 വന്നിട്ടുണ്ട്. ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. അക്വേറിയസ് വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ, ഏരീസ്, ലാസ്റ്റ് വൺ ആയിട്ട് നമുക്ക് അതർ കൺട്രീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യക്ക് പുറത്തുള്ള വ്യക്തികളും ഇതൊക്കെ ബാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന ഒരു എനർജീസ്, ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അത് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്ത് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.